ഹായ് ഓൾ. കുളിയൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് റെഡിയായി ഒരു പടത്തിന് പോയാലോ? അപ്പോൾ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ കാണാം. ആദ്യം മുടി ഒന്ന് ഉണക്കിയെടുക്കട്ടെ. ഇതൊന്നും ആരും കണ്ട് ഞെട്ടണ്ട. ഒരു 15 മിനിറ്റ് ഫാൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഉടക്കെടുക്കുമ്പോൾ എൻ്റെ മുടി ഉണങ്ങി കിട്ടും. ഞാൻ ഇങ്ങനെയാണ് ഗൈസ് മുടി ഉണക്കുന്നത്. വലിയ പരിപാടിയൊന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ ഈ പൗഡർ മാത്രം ഇട്ടാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതും പൗഡർ വാരി പൊത്താറില്ല, ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുക്കും, അത്രേ ഉള്ളൂ. പണ്ട് അത്യാവശ്യം മുടിയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ പോയി ഇത്രയായി. ഇനിയിപ്പോൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം, ഹാൻഡിൽ വിത്ത് കെയർ. അല്ലാതെ ഇപ്പം എന്താ, ഇനി ഒരു കൊച്ചു പൊട്ടും കൂടെ കുത്തി കൊടുക്കാം. പൊട്ടില്ലാതെ പോകുമ്പം എനിക്ക് എന്താ പോലെ, അതുകൊണ്ട് ഐലൈനർ വെച്ചൊരു കൊച്ചു പൊട്ടിട്ടു. അപ്പോൾ റെഡിയായി ഗൈസ്. ഏത് സിനിമയ്ക്കാണ് പോകുന്നതെന്ന് വെച്ചാൽ സർവ്വമായ. ഒരുപാട് നാളുകൾക്ക് ശേഷം നീമ്പോൾ ഹിറ്റടിച്ചതല്ലേ, അപ്പോൾ അത് കാണാൻ ഞാൻ പോകുന്ന വഴിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞാൽ അമ്മ ഒന്നും വാങ്ങിച്ചേർത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ 2 ചപ്പാത്തിയും കറിയും കഴിച്ചേക്കാന്ന് ഞാനും കരുതി. ഇതാണ് ഗൈസ് ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ്. ലിങ്കൊന്നും ആരും ചോദിക്കരുത്, ബിക്കോസ് ഉടുപ്പൻ്റെ അനിയത്തിയുടേതാണ്, പാൻറ് സ്വന്തമാണ്. തിയേറ്ററിൽ പോകുമ്പോൾ ഞാൻ എടുക്കാൻ മറക്കാത്ത മസ്റ്റായിട്ട് എനിക്ക് വേണ്ടുന്നതാണ് ഈ ടർക്കി. ഇതില്ലാതെ എനിക്ക് പടം കാണാൻ പോകാൻ പറ്റത്തില്ല. കാര്യം ഞാൻ തണുത്ത് വിറയ്ക്കും ഗൈസ്. ഈ ടർക്കിക്ക് എൻ്റെ പ്രായമുണ്ട് ഗൈസ്, ബിക്കോസ് ഞാൻ ജനിച്ചപ്പം എൻ്റെ വല്യച്ഛൻ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണെന്നാണ് അമ്മ പറയുന്നത്. വല്യച്ഛനെ കണ്ട് എനിക്ക് ഓർമ്മയില്ല. വല്യച്ഛന്ന് ഞാൻ വിളിക്കുന്നതിന് മുമ്പേ ഹീ പാസ്ഡ് അവേ ഗൈസ്. അതുകൊണ്ട് വല്യച്ഛൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി അമ്മ സൂക്ഷിച്ച് വെച്ചേക്കുന്നതാണ് ഈ ടർക്കി. അങ്ങനെ പടം കണ്ട് ഗൈസ്, നല്ല കോമഡി ഫീൽ ഗുഡ് മൂവി.